ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്യുക എന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ US മാർക്കറ്റ് നാസ്ഡാക്കും S&P 500 എല്ലാം ഡൗണിലാണ് നിൽക്കുന്നത്. അതുപോലെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡൗൺ ആയിട്ട് കാണാൻ സാധിക്കും, നെഗറ്റീവ് സൈഡായിട്ട് കാണാൻ സാധിക്കും. ഡാക്സും CAs ഒക്കെ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള ട്രെൻഡിൽ തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റ് നിൽക്കുന്നത്. നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 48 പോയിന്റ് പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. 25,237 പോയിന്റായിട്ട് നിഫ്റ്റി പോസിറ്റീവിലാണ് നിൽക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് TCSന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഡൗണും അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിന്റെ US പ്രസിഡന്റിന്റെ താരിഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മാർക്കറ്റ് നെഗറ്റീവായിട്ട് വന്നത്. അതുപോലെ റിലയൻസ് പോലുള്ള ഹെവി വെയിറ്റ് സ്റ്റോക്കുകളും ഡൗണിൽ തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ മാർക്കറ്റിൽ നിഫ്റ്റി ഒരു പോസിറ്റീവാണ്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ഈ US മാർക്കറ്റിന് നാസ്ഡാക്ക് ഒക്കെ നിൽക്കുന്നത്. ആ ഒരു പ്രശ്നം ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവ് നിൽക്കുന്നു. FIA അതുപോലെ DIയുടെ സെല്ലിംഗ് ആയിരിക്കുമോ, നാളെ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിങ്ങിലേക്ക് പോകുമോ എന്ന് നമുക്കറിയില്ല. ഇനി നമുക്ക് മുന്നിലുള്ളത് 25,200 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. 25,000 എന്ന് പറയുന്ന സപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ള മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട്, മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. അതിന് നാളെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് താഴത്തേക്ക് പോകുമോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമുക്ക് നിഫ്റ്റിയെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം 25,300 ബ്രേക്ക് ഡൗൺ ചെയ്തു. അതുപോലെ 25,100 എന്ന് പറയുന്ന ഒരു ലെവൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 25,000 എന്ന് പറയുന്ന ഒരു മേഖല തന്നെയാണ്. അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ലെവൽ കൂടിയാണ്. നിഫ്റ്റി ഏകദേശം ജൂൺ മാസം 24 തീയതിയുള്ള ഒരു ലോയിലേക്ക് മാർക്കറ്റൊക്കെ പോകുമോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ജൂൺ മാസം 24 കഴിഞ്ഞാണ് 25,000 വന്നത്. ജൂലൈ മാസം വീണ്ടും ഹൈ ഒക്കെ പോയിട്ട് 25,600 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. ഇനി മാർക്കറ്റ് ട്രേഡ് ചെയ്യുക 25,600 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിനെ വെച്ചുകൊണ്ട്, അതുപോലെ 25,000 എന്ന് പറയുന്ന സപ്പോർട്ടിന് ഇടയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞ നാളുകൾ നമ്മളിവിടെ ട്രെൻഡ് ലൈനൊക്കെ വരച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായി. ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തു. കഴിഞ്ഞ ദിവസം പോവുകയുണ്ടായി. അതിനുശേഷം നല്ല രീതിയിലുള്ള ഫാളാണ് കണ്ടത്. അപ്പോൾ നാളെ ഏകദേശം ഒരു 200 പോയിന്റ് ഡൗൺ വന്നുകൊണ്ട് 100 പോയിന്റ്സൊക്കെ റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. രാവിലെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ കൂടി നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവിലേക്ക് വരുവാണ്. നമ്മുടെ മാർക്കറ്റ് റിക്കവറി ആയാലും 25,300 എന്ന് പറയുന്ന ലെവൽ പ്രധാനമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയായിരുന്നു. അതിൽ റെസിസ്റ്റൻസ് ആയിട്ട് ഉണ്ട്. ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകണം. എന്നാലാണ് 25,600 എന്ന് പറയുന്ന മറ്റൊരു റെസിസ്റ്റൻസിലേക്ക് എനിക്ക് വെക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും 25,300 25,000 എന്ന് പറയുന്ന ഒരു ലെവൽ തന്നെയാണ് നമ്മളിപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കാം ഗ്ലോബൽ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ.